നമ്മളെ പുതിയ സർക്കാരിൻ്റെ KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പലരും ഇപ്പോൾ സമരത്തിന് ഇറങ്ങുന്ന അവസ്ഥയാണുള്ളത്. അവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ സമരത്തിന് ഇറങ്ങണമെന്ന് അറിയുന്നില്ല. ഇതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് വേണമെന്ന് പറയുമ്പോൾ ആണുങ്ങളായിട്ടുള്ള ഇത്തരക്കാരാണ് സമരത്തിന് ഇറങ്ങുന്നത്. അവർക്ക് എന്തെങ്കിലും വാലുമൂടും നിശ്ചയം വെച്ചിട്ടാണോ അവർ സമരത്തിന് ഇറങ്ങുന്നതെന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. പൊതുവെ സ്ത്രീ ജനങ്ങൾ ഇത് സ്വീകാര്യത പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഇവർ അതിനെ എതിർക്കുന്ന തരത്തിൽ സമരത്തിന് ഇറങ്ങാനായിട്ട് തയ്യാറാവുന്നത്. ഇത് അവർക്ക് തന്നെ വിനയാകുമെന്ന് ഉറപ്പാണ്. ഏതൊരു പദ്ധതിയും തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ നടത്താനായിട്ട് ഒരാൾക്കും സാധിക്കില്ല. അങ്ങനെ സാധിക്കുന്ന അപൂർവ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അതേപടി തന്നെ ആദ്യം തന്നെ നടപ്പിലാക്കുമെന്ന് പറയണ പിടിവാശി എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അവർ തന്നെ ചിന്തിക്കുക എന്താ നിങ്ങൾ പറയുന്നതെന്ന്. ഇത് സാധാരണ ഓർഡിനറി ബസ്സിൽ എന്ന് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട സ്ത്രീജനങ്ങളെ ഉദ്ദേശിച്ചാണ്. ആണുങ്ങൾക്ക് എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ ഒരുവിധം സെറ്റിൽഡാണ്, ഉയർന്ന സാലറി അങ്ങനെയൊക്കെയാണ്. കുറഞ്ഞ സാലറിക്ക് അവർ ജോലി ചെയ്യാനായിട്ട് നിൽക്കില്ല. അപ്പം ഈ സ്ത്രീജനങ്ങളാണ് കൂടുതലും ഈ അവസ്ഥയിൽ വന്നു ചേരുന്നത്. അതായത് സൂപ്പർ മാർക്കറ്റ്, കടകളിൽ, അതുപോലെ നിരവധി സ്ഥാപനങ്ങളിൽ വളരെ കുറഞ്ഞ ശമ്പളമാണുള്ളത്. അതായത് 7,500 റുപ്യ, 9,000 റുപ്യ, 10,000 റുപ്യ, 15,000 റുപ്യ അങ്ങനെയൊക്കെ സാലറിയാണ് ഇത്രയും സ്ഥാപനങ്ങളിലുള്ള. അവിടെയൊക്കെ ഭൂരിഭാഗവും സ്ത്രീ ജനങ്ങളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ പറയും ഇത് എല്ലാ മേഖലയിലും ഇല്ലല്ലോ എന്ന്. അത് സാവധാനം എല്ലാ സൈഡിലും ഇത് പ്രാവർത്തികമാക്കും, സൗജന്യ യാത്ര. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടാവുന്ന തരത്തിൽ വരും. നിലവിൽ ഇപ്പോൾ 3000 ബസ്സോളം സൗജന്യ യാത്ര ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല. ആദ്യമായി നടത്തുന്ന ഒരു പരിപാടിയിൽ ഒരിക്കലും മുടക്കി നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. കൂടുതലും ഇത് എതിർക്കുന്നത് ഇതിൽ യാത്ര ചെയ്യാൻ തയ്യാറില്ലാത്ത, ആവശ്യമില്ലാത്ത ആൾക്കാരാണ് ഇത് സമരത്തിന് ഇറങ്ങുന്നത് എന്നതാണ് വസ്തുത. അവരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യമാണ്. അവർ പോകേണ്ടത് പോകും, ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകും. അവർക്കൊരു അനുഗ്രഹമാണ്. അവരെ ഇങ്ങനെ സമരം ചെയ്ത് ഇത്തരം കാര്യങ്ങൾ മുടക്കാതിരിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.